ഹലോ മുത്തുമണികളെ, എന്നെ ഇന്ന് 2 പേര് വിളിച്ചിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നി അത് പബ്ലിക്കിലും കൂടി പറയണം, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് പബ്ലിക്കിലും കൂടി പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് മുസ്ലിങ്ങൾ സാധാരണ 3 ദിവസത്തിൽ കൂടുതൽ പിന്നെ ആളുകളോട് അല്ലെങ്കിൽ തൻ്റെ സഹോദരങ്ങളോട് പിണങ്ങിയിരിക്കാൻ പാടില്ല. അത് സഹോദരങ്ങളുടെ കാര്യമല്ലേ, പിന്നെ മുസ്ലിങ്ങളുടെ കാര്യമല്ലേ. മുസ്ലിം വിശ്വാസത്തിനെ കബളിപ്പിക്കുകയും അള്ളാനെ വരെ വിറ്റ് തിന്നുകയും ചെയ്യുന്ന ലോക അവസാനത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് അള്ളാനെ വിറ്റ് തിന്നുന്ന ഒരു ജനവിഭാഗം ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണത്. അതായത് പകയും വൈരാഗ്യങ്ങളൊക്കെ എടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ സംസാരിച്ചത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇവറ്റകളോട് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം എൻ്റെ ജീവിത സാഹചര്യങ്ങളായിരിക്കാം എന്നെ ഇങ്ങനെ ഒരു കല്ല് മനസ്സുള്ള ഒരു വ്യക്തിയാക്കി മാറ്റിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരിക്കൽ ഈ പാവപ്പെട്ട ഉമ്മയുണ്ടല്ലോ, പാവപ്പെട്ട ഉമ്മയുടെ അടുത്ത് ഞാനൊന്ന് ക്ഷമിച്ചതാണ്. അപ്പോൾ ക്ഷമിച്ച എൻ്റെ ക്ഷമയെ ഇവൾ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത്. അതായത് ഞാൻ അവളോട് ക്ഷമിച്ചതിന് പകരമായിട്ട് ഇവൾ ചെയ്തതെന്ന് പറയുന്നത് എൻ്റെ സുഹൃത്തിനെ കൃത്യമായിട്ട് ഇവളെന്നും എന്നെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കുകയും പിന്നീട് എൻ്റെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഉടനെ എൻ്റെ സുഹൃത്തിനെ വിളിക്കുകയും ചൂഷണത്തിന് ഇരയാക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്നത്. എനിത്തിങ് എൽസ് എനിക്ക് അതല്ല പറയാനുള്ളത്. ഞാൻ വഴി എൻ്റെ ക്ഷമ ഞാൻ ഇവരോട് ക്ഷമിക്കുന്നതിലൂടെ വീണ്ടും ഇവർക്ക് എൻ്റെ ബന്ധങ്ങളിലേക്ക് ഇടിച്ച് കയറാനുള്ള ഒരവസരം പോലും ഞാൻ ഇനി കൊടുക്കില്ല എന്നുള്ളതാണ്. അതായത് ഞാനിപ്പോൾ അവരോട് ക്ഷമിച്ചിട്ട് ഇവർ വീണ്ടും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന, അല്ലെങ്കിൽ ഇവർ വീണ്ടും ഉപദ്രവിക്കുക തന്നെയാണ്. അതായത് ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സാമ്പത്തികവും മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, അതിലൂടെ അവർ സാമ്പത്തിക ലാഭം നേടുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സുഹൃത്തുക്കളൊക്കെയും തന്നെ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. എൻ്റെ ഒരു അബദ്ധ ചിന്ത കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ പോലും എൻ്റെ സുഹൃത്തുക്കളെ ഇനി ഇവർ ചൂഷണം ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. ഇത് മാത്രമല്ല, ലോകത്തൊരാളും ക്ഷമിക്കാത്ത ഒരു കാര്യമാണ് സ്വന്തം പെറ്റ തള്ളയെ പറയുന്നത്.